കട്ട തൈരാണിത്. ഇത് അധികം പുളിക്കാതെ, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാതെ, ചുമയില്ലാത്തപ്പോൾ, അന്തരീക്ഷത്തിൽ തണുപ്പില്ലാത്തപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചോറിനൊപ്പം കൊടുക്കാം. ചപ്പാത്തിയുടെ കൂടെ അധികം പുളിക്കാത്ത തൈരും സവാളയും ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത്, കുക്കുമ്പർ ഇട്ട് ഇഷ്ടമുള്ള കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുക. ഇതിപ്പോൾ കുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 2 കരിയാപ്പില, കൊച്ചുള്ളി, ഒരു കാന്താരി പൊട്ടിച്ചത്, ഒരു ഇഞ്ചി. ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ. അധികം പുളിക്കാത്ത തൈര് കുട്ടികൾക്ക് നല്ലത്. അസിഡിറ്റിയൊക്കെ ഉള്ളൊരു വിഷയമുള്ള സമയത്താണെങ്കിൽ അധികം പുളിച്ച തൈരോ കൊടുക്കാതിരിക്കുക. പാലുൽപ്പന്നങ്ങളും അലർജിയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഇത് കൊടുക്കാതിരിക്കുക. അല്ലാത്തപ്പോഴൊക്കെ ഇത് കുട്ടികൾക്ക് ആരോഗ്യപ്രദമാണ്, ദഹിക്കാനും എളുപ്പമാണ്. പല രീതിയിലുള്ള തൈര് ചേർത്തിട്ടുള്ളത്, പുളിക്കുന്നതും പുളിക്കാത്തതുമായിട്ടുള്ള തൈരിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഒരുമിച്ചൊന്ന് വെച്ച് നിങ്ങൾക്കറിയാവുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കും പറഞ്ഞു തരിക.